ഹലോ എവ്രി വൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത് സർക്കുലേറ്ററി സിസ്റ്റം ആണ് അല്ലെ, അല്ലെങ്കിൽ രക്തപരിവഹന വ്യവസ്ഥ. ഏതൊക്കെയായിരുന്നു സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ പാർട്സ് എന്ന് പറയുന്നത്? ബ്ലഡ് വെസൽസ് ആൻഡ് ഹാർട്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ ബ്ലഡും ബ്ലഡ് വെസൽസും ഒക്കെ പഠിച്ചു. ഇന്ന് നമുക്ക് ഇനി പഠിക്കാനുള്ളത് ഹാർട്ടാണ്, ഹൃദയം. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ തൊറാസിക് ക്യാവിറ്റിയിലാണ് അല്ലെ. അതായത് തൊറാസിക് ക്യാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔരസാശയം എന്ന് പറയും. അതായത് നമ്മുടെ ശരീരത്തിന് മുകളിലുള്ള ഭാഗം, ചെസ്റ്റ് റീജിയനെ വിളിക്കുന്ന പേരാണ് തൊറാസിക് ക്യാവിറ്റി അല്ലെങ്കിൽ ഔരസാശയം. ഇനി സ്റ്റമക്കിന്റെ ഭാഗം, വയറിന്റെ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ഉദരാശയം അല്ലെങ്കിൽ അബ്ഡോമിനൽ ക്യാവിറ്റി എന്ന് വിളിക്കും. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഹാർട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഏത് ക്യാവിറ്റിയിലാണ്? തൊറാസിക് ക്യാവിറ്റി അല്ലെങ്കിൽ ഔരസാശയത്തിലാണ് അല്ലെ. ഇനി ഈ ഹാർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മസ്കുലാർ ഓർഗൻ, അതായത് പേശി നിർമ്മിതമായിട്ടുള്ള ഒരു അവയവമാണ് ഏതെന്ന് പറയുന്നത് ഹാർട്ട് എന്ന് പറയുന്നത്. പേശി നിർമ്മിതമായതുകൊണ്ട് തന്നെ അതെന്ന് പറയുന്നത് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. ഹാർട്ട് എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനാണ്. അപ്പൊ അതിനെ സഹായിക്കുന്നത് അതിലുള്ള മസിൽസ് ആണ്. ഇനി ഇത് കൂടാതെ നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് സ്ലൈറ്റ്ലി ലെഫ്റ്റ് ആണ്. അതായത് ഒരല്പം ഇടത്തോട്ട് ചരിഞ്ഞാണ് നമ്മുടെ ഹാർട്ട് ഇരിക്കുന്നത്. അപ്പം ഹാർട്ട് എന്ന് പറയുന്ന മസ്കുലാർ ഓർഗൻ ആണ്. തൊറാസിക് ക്യാവിറ്റി അല്ലെങ്കിൽ ഔരസാശയത്തിൽ കാണപ്പെടുന്നു. സ്ലൈറ്റ്ലി ലെഫ്റ്റ് ആണ്, അതായത് ഒരല്പം ഇടത്തോട്ട് ചരിഞ്ഞാണ് ഇരിക്കുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഹാർട്ടിന്റെ പ്രൊട്ടക്ഷൻ ആണ്. അതായത് നമുക്കറിയാം ഹാർട്ട് എന്ന് പറയുന്നത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് തൊറാസിക് ക്യാവിറ്റിയിലാണല്ലോ. ഈ ഹാർട്ടിനെ കവർ ചെയ്തുകൊണ്ട് പുറത്തുകൂടി കുറെ ബോൺസ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് റിബ്സ് അല്ലെങ്കിൽ വാരിയലുകൾ എന്ന് പറയും. അതായത് ഈ റിബ്സിനുള്ളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, ഹാർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇത് കൂടാതെ റിബ്സിന്റെ സെന്ററിൽ കൂടി ഒരു ബോൺ പോകുന്നുണ്ട്, ഒരു ഫ്ലാറ്റ് ബോൺ, ഒരു പരന്ന അസ്ഥി. അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റെർണം അല്ലെങ്കിൽ മാറല്. ഇനി ഇത് കൂടാതെ ബാക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട്? വെർട്ടിബ്രൽ കോളം അല്ലെങ്കിൽ നട്ടെല്ലുകൊണ്ട്. അപ്പം റിബ്സ്, സ്റ്റെർണം, അതുപോലെ തന്നെ വെർട്ടിബ്രൽ കോളം എന്നിവയ്ക്കുള്ളിലാണ് എന്തിരിക്കുന്നത്? ഹാർട്ട് ഇരിക്കുന്നത്. അപ്പൊ അവിടെ തന്നെ എന്തുണ്ട്? ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് ഇല്ലേ. ഇനി ഇത് കൂടാതെ ഹാർട്ടിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ഡബിൾ ലെയർഡ് മെമ്പറൈൻ അല്ലെങ്കിൽ ഇരട്ട പാളികളുള്ള ഒരു സ്ഥലമുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് പെരികാർഡിയം എന്ന് വിളിക്കും. അപ്പൊ പെരികാർഡിയം എന്ത് ചെയ്യുന്നു? ഹാർട്ടിനെ കവർ ചെയ്യുന്നു അല്ലെങ്കിൽ ആവരണം ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യുന്നു, സംരക്ഷിക്കുന്നു. ഇനി ഈ പെരികാർഡിയത്തിന്റെ മെമ്പറൈൻസ് അല്ലെങ്കിൽ സ്ഥലങ്ങൾക്കിടയിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേരാണ് പെരികാർഡിയൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ പെരികാർഡിയൽ ദ്രവം എന്ന് വിളിക്കും. അപ്പൊ ഈ പെരികാർഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഹാർട്ടിനെ എക്സ്റ്റേണൽ ഷോക്ക് അല്ലെങ്കിൽ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഇനി ഇത് കൂടാതെ തന്നെ നമുക്കറിയാം ഹാർട്ട് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഫംഗ്ഷൻ നടക്കുന്ന ഒരു ഓർഗനാണ് അല്ലേ. അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് എന്തുണ്ടാകാനുള്ള സാധ്യതയുണ്ട്? ഫ്രിക്ഷൻ അല്ലെങ്കിൽ കർഷണം ഉണ്ടാകാം. അപ്പൊ ഈ ഫ്രിക്ഷൻ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു അല്ലെങ്കിൽ ഫ്രിക്ഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നതും ഏതാണ്? പെരികാർഡിയൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ പെരികാർഡിയൽ ദ്രവമാണ്. അപ്പൊ ഹാർട്ടിന്റെ പ്രൊട്ടക്ഷനുള്ള പാർട്സ് എന്തൊക്കെയാണ്? ഹാർട്ടിനെ കവർ ചെയ്തുകൊണ്ട് റിബ്സ്, സ്റ്റെർണം ആൻഡ് വെർട്ടിബ്രൽ കോളം ഉണ്ട്. അത് കൂടാതെ തന്നെ ഹാർട്ടിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ഡബിൾ ലെയർഡ് മെമ്പറൈൻ ഉണ്ട്. മെമ്പറൈന്റെ പേര് പെരികാർഡിയം. ഇനി പെരികാർഡിയത്തിന്റെ മെമ്പറൈൻസിനുള്ളിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ്, ദ്രാവകത്തെ വിളിക്കുന്ന പേരാണ് പെരികാർഡിയൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ പെരികാർഡിയൽ ദ്രവം. ഇനി എന്താണ് പെരികാർഡിയൽ ഫ്ലൂയിഡിന്റെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്? പ്രൊട്ടക്ട് ദ ഹാർട്ട് ഫ്രം എക്സ്റ്റേണൽ ഷോക്സ്, അതായത് ബാഹ്യക്ഷതങ്ങളിൽ നിന്നും ഹൃദയത്തെ സംരക്ഷിക്കുന്നു. രണ്ടെന്ന് പറയുന്നത് ഫ്രിക്ഷൻ, റെഡ്യൂസിങ് ദ ഫ്രിക്ഷൻ അല്ലെങ്കിൽ കർഷണം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ഹാർട്ടിന്റെ സ്ട്രക്ചർ ആണ് അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ഘടനയാണ് പഠിക്കാനുള്ളത്. ഹാർട്ട് എന്ന് പറയുമ്പോൾ ഹാർട്ടിന് 4 ചേമ്പേഴ്സ് അല്ലെങ്കിൽ 4 അറകളാണ് ഉള്ളത്. അപ്പർ 2 ചേമ്പേഴ്സ് ആർ കാൾഡ്, അതായത് മുകളിലുള്ള 2 അറകളെ വിളിക്കുന്ന പേരാണ് ഏട്രിയം എന്ന് വിളിക്കും. ഏട്രിയം ഒരെണ്ണം റൈറ്റ് സൈഡിലാണ്, അതിനെ റൈറ്റ് ഏട്രിയം അല്ലെങ്കിൽ വലത് ഏട്രിയം. ഒരെണ്ണം ലെഫ്റ്റ് സൈഡിലാണ്, അതിനെ ലെഫ്റ്റ് ഏട്രിയം അല്ലെങ്കിൽ ഇടത് ഏട്രിയം എന്ന് വിളിക്കും. ഇനി ലോവർ 2 ചേമ്പേഴ്സ് ആർ കാൾഡ് വെൻട്രിക്കിൾസ്, അതായത് താഴെയുള്ള 2 അറകളെ വിളിക്കുന്ന പേരാണ് വെൻട്രിക്കിളുകൾ. ഇനി താഴെയുള്ള ഒരു വെൻട്രിക്കിൾ എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലാണ്, അത് റൈറ്റ് വെൻട്രിക്കിൾ അല്ലെങ്കിൽ വലത് വെൻട്രിക്കിൾ. ഒരെണ്ണം എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലാണ്, അതിനെ ലെഫ്റ്റ് വെൻട്രിക്കിൾ അല്ലെങ്കിൽ ഇടത് വെൻട്രിക്കിൾ എന്ന് പറയും. അപ്പൊ ഹാർട്ടിന്റെ ചേമ്പേഴ്സ് ഏതൊക്കെയാണ്? റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. അതായത് വലത് ഏട്രിയം, ഇടത് ഏട്രിയം, വലത് വെൻട്രിക്കിൾ, ഇടത് വെൻട്രിക്കിൾ. ഇനി ഇവിടെ നിന്നും നമുക്കറിയാം ഹാർട്ടിൽ നിന്നുമാണ് ബ്ലഡ് എന്ത് ചെയ്യുന്നത്? ബോഡിയുടെ ഡിഫറെന്റ് പാർട്സിലേക്ക് പോകുന്നത് അല്ലെ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകും. ആ പോകുന്ന ബ്ലഡിനെ കൊണ്ടുപോകുന്ന ആരാണ്? ആർട്ടറീസ് അല്ലെങ്കിൽ ധമനികളാണ്. അപ്പൊ ഈ ആർട്ടറീസിന്റെ മെയിൻ ആർട്ടറിയെ വിളിക്കുന്ന പേരാണ് അയോർട്ട അല്ലെങ്കിൽ മഹാധമനി എന്ന് പറയും.
അപ്പൊ ഈ അയോർട്ടയിൽ കൂടിയാണ് ബ്ലഡ് എവിടേക്ക് എത്തുന്നത്? ആർട്ടറീസ് അല്ലെങ്കിൽ ധമനികളിലേക്ക് എത്തുന്നത്. ഇനി ഈ ആർട്ടറീസിൽ കൂടി ഒഴുകുന്ന ബ്ലഡ് എന്ന് പറയുന്നത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്, അല്ലെങ്കിൽ ഓക്സിജൻ റിച്ച് ബ്ലഡ് ആണ്. ഓക്സിജൻ അടങ്ങിയിട്ടുള്ള ബ്ലഡ് ആണ് ആര് ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന? ആർട്ടറീസ് അല്ലെങ്കിൽ ധമനികൾ. അപ്പൊ ആ ബ്ലഡ് എന്ന് പറയുന്നത് എവിടേക്ക് എത്തുന്നു? നമ്മുടെ ബോഡിയുടെ ഡിഫറെന്റ് പാർട്സിലേക്ക് എത്തുന്നു. ഇനി ഡിഫറെന്റ് പാർട്സിൽ നിന്നും ഉള്ള ബ്ലഡ് തിരിച്ച് വെയിൻസ് വഴി എവിടേക്ക് എത്തും? നമ്മുടെ ഹാർട്ടിലേക്ക് എത്തും, ഇല്ലേ? വെയിൻസ് അല്ലെങ്കിൽ സിരകൾ കൊണ്ടുവരുന്ന എങ്ങനെയുള്ള ബ്ലഡ് ആണ്? ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ബ്ലഡ് ആണ്. അതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കൂടുതലുള്ളത്, ഇല്ലേ? അപ്പൊ ആ ബ്ലഡിനെ, അതായത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ അടങ്ങിയിട്ടുള്ള രക്തം എന്ന് പറയുന്നത് കൊണ്ടുവരുന്ന ആരാണ്? വെയിൻസ് അല്ലെങ്കിൽ സിരകളാണ്. ഇനി മെയിൻ ആയിട്ടുള്ള വെയിനെ വിളിക്കുന്ന പേരാണ് വീനക്കാവ അല്ലെങ്കിൽ മഹാസിര എന്ന് പറയും. ഇനി ഈ വീനക്കാവ അല്ലെങ്കിൽ മഹാസിരയ്ക്ക് 2 ബ്രാഞ്ചസ് ആണുള്ളത്. ഒന്ന് സുപ്പീരിയർ വീനക്കാവ അല്ലെങ്കിൽ ഊർധ്വ മഹാസിര, അതുപോലെ തന്നെ ഒരെണ്ണം ഇൻഫീരിയർ വീനക്കാവ അല്ലെങ്കിൽ അധോ മഹാസിര. അപ്പൊ ഈ ഊർധ്വ മഹാസിര അല്ലെങ്കിൽ സുപ്പീരിയർ വീനക്കാവ എന്ന് പറയുമ്പോൾ നമ്മുടെ അപ്പർ ബോഡി പാർട്സിൽ നിന്നും, അതായത് ശരീരത്തിന്റെ മുകളിലുള്ള ഭാഗങ്ങളിൽ നിന്നും ബ്ലഡ് ഹാർട്ടിനകത്തേക്ക് കടക്കുന്നത് ഇതുവഴിയാണ്, സുപ്പീരിയർ വീനക്കാവ വഴിയാണ്. ഇനി ഇൻഫീരിയർ വീനക്കാവ എന്ന് പറയുന്നത് ക്യാരിങ് ബ്ലഡ് ഫ്രം ലോവർ പാർട്സ് ഓഫ് ദ ബോഡി, അതായത് ശരീരത്തിന്റെ താഴെയുള്ള ഭാഗങ്ങളിൽ നിന്നും വരുന്ന ബ്ലഡ് ഏതുവഴിയാണ്? ഹൃദയത്തിനുള്ളിലേക്ക് കടക്കുന്ന ഇൻഫീരിയർ വീനക്കാവ വഴിയാണ്. ഇനി ഇത് കൂടാതെ ബോഡിയുടെ ഡിഫറെന്റ് പാർട്സിൽ നിന്നും വരുന്ന ബ്ലഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള ബ്ലഡ് ആണ്? കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ബ്ലഡ് ആണ്, ഇല്ലേ? ആ ബ്ലഡ് വീനക്കാവ വഴി എവിടേക്ക് എത്തുന്നു? റൈറ്റ് ഏട്രിയം അല്ലെങ്കിൽ വലത് ഏട്രിയത്തിലേക്ക് എത്തുന്നു. അപ്പം കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ബ്ലഡ് അല്ലെങ്കിൽ ഇമ്പ്യൂർ ബ്ലഡ് എവിടോട്ടാണ് എത്തുന്നത്? റൈറ്റ് ഏട്രിയത്തിലേക്കാണ്. ഈ റൈറ്റ് ഏട്രിയത്തിൽ നിന്നും ബ്ലഡ് എന്ന് പറയുന്നത് അടുത്തായിട്ട് പോകുന്ന എവിടോട്ട് പോകും? റൈറ്റ് വെൻട്രിക്കിൾ അല്ലെങ്കിൽ വലത് വെൻട്രിക്കിളിലേക്ക് പോകും. അപ്പൊ ഈ റൈറ്റ് ഏട്രിയത്തിനും റൈറ്റ് വെൻട്രിക്കിളിനും ഇടയിൽ ഈ ബ്ലഡ് പോകാനായിട്ട് സഹായിക്കുന്ന ഒരു വാൽവ് ഉണ്ട്. വാൽവിന്റെ പേരാണ് ട്രൈകസ്പിഡ് വാൽവ് എന്ന് വിളിക്കും. അതായത് ട്രൈകസ്പിഡ് വാൽവ് പ്രസന്റ് ബിറ്റ്വീൻ റൈറ്റ് ഏട്രിയം ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ. അതായത് വലത് ഏട്രിയത്തിനും വലത് വെൻട്രിക്കിളിനും ഇടയിലുള്ള വാൽവിന്റെ പേരാണ് ട്രൈകസ്പിഡ് വാൽവ്. അപ്പൊ ഈ ട്രൈകസ്പിഡ് വാൽവ് ഓപ്പൺ ചെയ്യുന്നതിലൂടെയാണ് റൈറ്റ് ഏട്രിയത്തിൽ നിന്നും ബ്ലഡ് എവിടോട്ട് പോകുന്ന? റൈറ്റ് വെൻട്രിക്കിളിലേക്ക്. അപ്പൊ ആ ബ്ലഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ബ്ലഡ് ആണ്. ഇനി ഈ റൈറ്റ് വെൻട്രിക്കിളിൽ ഉള്ള ആ കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ബ്ലഡ് എന്ന് പറയുന്നത് നേരെ ലങ്സ് അല്ലെങ്കിൽ ശ്വാസകോശത്തിലേക്ക് പോകും. അപ്പൊ ആ ലങ്സിലേക്ക് പോകുന്നതെന്ന് പറയുന്നത് എന്തിനാണ്? നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ബ്ലഡ് ആണ്, അല്ലെ? ആ കാർബൺ ഡൈ ഓക്സൈഡ് ലങ്സിൽ കൊടുത്തിട്ട് എന്ത് തിരിച്ചെടുക്കണം? ഓക്സിജൻ എടുക്കണം. അപ്പൊ ഇങ്ങനെ റൈറ്റ് വെൻട്രിക്കിൾ അല്ലെങ്കിൽ വലത് വെൻട്രിക്കിളിൽ നിന്നും ബ്ലഡിനെ ലങ്സിലേക്ക് കൊണ്ടുപോകുന്ന ബ്ലഡ് വെസലിനെ വിളിക്കുന്ന പേരാണ് പൾമണറി ആർട്ടറി അല്ലെങ്കിൽ ശ്വാസകോശ ധമനി എന്ന് വിളിക്കും. അതായത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്ന ബ്ലഡ് വീനക്കാവ് വഴി റൈറ്റ് ഏട്രിയത്തിലെത്തി. റൈറ്റ് ഏട്രിയത്തിൽ നിന്നും അത് റൈറ്റ് വെൻട്രിക്കിൾ, അവിടെ നിന്നും അത് ഇവിടോട്ട് പോയി പൾമണറി ആർട്ടറി വഴി ലങ്സിലേക്ക് പോകുന്നു. അപ്പൊ പൾമണറി ആർട്ടറി എന്താണ് ചെയ്യുന്നത്? ക്യാരിങ് ബ്ലഡ് ഫ്രം റൈറ്റ് വെൻട്രിക്കിൾ ടു ദ ലങ്സ്. അതായത് വലത് വെൻട്രിക്കിളിൽ നിന്നും ബ്ലഡിനെ എവിടോട്ട് കൊണ്ടുപോകുന്നു? ലങ്സിലേക്ക് കൊണ്ടുപോകുന്നു. ഇനി ലങ്സിൽ വെച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ലങ്സിന് കൊടുക്കും. ഇനി ലങ്സിൽ നിന്നും എന്തെടുക്കും? ഓക്സിജൻ എടുക്കും, അല്ലേ? ഇനി ആ ഓക്സിജൻ റിച്ച് ബ്ലഡ് തിരിച്ചെവിടോട്ട് തന്നെ എത്തണം? ഹാർട്ടിലേക്ക് തന്നെ എത്തണം. അപ്പൊ ഹാർട്ടിലേക്ക് കൊണ്ടുവരുന്ന ബ്ലഡ് വെസലിന്റെ പേരാണ് പൾമണറി വെയിൻ അല്ലെങ്കിൽ ശ്വാസകോശ സിര എന്ന് പറയും. അതായത് ക്യാരിങ് ബ്ലഡ് ഫ്രം ലങ്സ് ടു ലെഫ്റ്റ് ഏട്രിയം. ഇടത് ഏട്രിയത്തിലേക്കാണ് എന്ത് വന്ന് തുറക്കുന്നത്? പൾമണറി വെയിൻ വന്ന് തുറക്കുന്നത്. അപ്പൊ പൾമണറി വെയിൻ ക്യാരിങ് ബ്ലഡ് ഫ്രം ലങ്സ് ടു ലെഫ്റ്റ് ഏട്രിയം അല്ലെങ്കിൽ ഇടത് ഏട്രിയം. ഇനി ഈ ഇടത് ഏട്രിയത്തിൽ വന്ന ബ്ലഡ് എന്ന് പറയുന്നത് എങ്ങനെയുള്ള ബ്ലഡ് ആണ്? ഓക്സിജൻ റിച്ച് ബ്ലഡ് ആണ്, ഇല്ലേ? ആ ബ്ലഡ് എന്ന് പറയുന്നത് അടുത്ത ചേംബറായ എവിടേക്ക് പോകും? ലെഫ്റ്റ് വെൻട്രിക്കിൾ അല്ലെങ്കിൽ ഇടത് വെൻട്രിക്കിളിലേക്ക് പോകും. അപ്പൊ ഈ ലെഫ്റ്റ് ഏട്രിയത്തിനും ലെഫ്റ്റ് വെൻട്രിക്കിളിനും ഇടയിൽ ഒരു വാൽവ് ഉണ്ട്. ആ വാൽവ് ഓപ്പൺ ചെയ്യുമ്പോഴാണ് ബ്ലഡ് എവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോകുന്നത്? ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക്. ആ വാൽവിനെ വിളിക്കുന്ന പേരാണ് ബൈകസ്പിഡ് വാൽവ് എന്ന് വിളിക്കുന്നത്. അതായത് ദ വാൽവ് പ്രസന്റ് ബിറ്റ്വീൻ ലെഫ്റ്റ് ഏട്രിയം ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ ഈസ് കാൾഡ് ബൈകസ്പിഡ് വാൽവ്. The valve present between right atrium and right ventricle is called tricuspid valve. ഈ വാൽവുകളുടെ ഫംഗ്ഷൻ എന്താണ്? വാൽവ് അലൗസ് ബ്ലഡ് ഫ്ലോ ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. അതായത് ഒരു ദിശയിലേക്ക് മാത്രമുള്ള ബ്ലഡ് ഫ്ലോ അനുവദിക്കുന്നവയാണ് ഏതെന്ന് പറയുന്നത്? വാൽവുകൾ. അപ്പൊ 2 വാൽവുകൾ നമ്മൾ പറഞ്ഞു. ഒന്ന് ട്രൈകസ്പിഡ് വാൽവും ഒന്ന് ബൈകസ്പിഡ് വാൽവും.
ഇനി ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ ഇരിക്കുന്ന ബ്ലഡ് എന്ന് പറയുന്നത് ഓക്സിജൻ റിച്ച് ബ്ലഡ് ആണ് ഇല്ലേ. ആ ബ്ലഡ് എന്ന് പറയുന്നത് അയോർട്ട വഴി എവിടേക്ക് പോകുന്നു? ബോഡിയുടെ ഡിഫറെന്റ് പാർട്സിലേക്ക് പോകുന്നു. മെയിൻ ആർട്ടറി ആണ് ഏതെന്ന് പറയുന്നത് അയോർട്ട അല്ലെങ്കിൽ മഹാധമനി. അപ്പൊ അയോർട്ടയിൽ കൂടിയാണ് ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും എവിടേക്ക് വരുന്നത്? പുറത്തേക്ക് വരുന്നത്. ഇനി അയോർട്ടയിൽ നിന്നും ആ ബ്ലഡ് എവിടേക്ക് പോകും? ആർട്ടറീസ് അല്ലെങ്കിൽ ധമനികളിലേക്ക് പോകും. ധമനികൾ ആ ബ്ലഡിനെ എവിടേക്ക് കൊണ്ടുപോകുന്നു? ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ ഈ അയോർട്ടയ്ക്കും ലെഫ്റ്റ് വെൻട്രിക്കിളിനും ഇടയിൽ എന്തുകൊണ്ട്? ഒരു വാൽവ് ഉണ്ട്. ആ വാൽവിനെ വിളിക്കുന്ന പേരാണ് അയോർട്ടിക് വാൽവ് അല്ലെങ്കിൽ മഹാധമനി വാൽവ് എന്ന് വിളിക്കുക. അതായത് ദ വാൽവ് പ്രസന്റ് ബിറ്റ്വീൻ ലെഫ്റ്റ് വെൻട്രിക്കിൾ ആൻഡ് അയോർട്ട. അയോർട്ടയ്ക്ക് ലെഫ്റ്റ് വെൻട്രിക്കിളിനും ഇടയിലുള്ള വാൽവിനെ എന്തോ വിളിക്കുന്നത്? അയോർട്ടിക് വാൽവ് അല്ലെങ്കിൽ മഹാധമനി വാൽവ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സെമി ലൂണാർ വാൽവ് എന്നും വിളിക്കും. ഇനി അതുപോലെ തന്നെ റൈറ്റ് വെൻട്രിക്കിൾ അല്ലെങ്കിൽ വലത് വെൻട്രിക്കിളിൽ ഇരുന്ന രക്തം എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ബ്ലഡ് ആയിരുന്നു അല്ലെ. അതെന്ന് പറയുന്നത് പൾമണറി ആർട്ടറി അല്ലെങ്കിൽ ശ്വാസകോശ ധമനി വഴി എവിടേക്ക് പോയായിരുന്നു? ലങ്സിലേക്ക് പോയായിരുന്നു. അപ്പൊ ഈ പൾമണറി ആർട്ടറിക്കും അതുപോലെ തന്നെ റൈറ്റ് വെൻട്രിക്കിളിനും ഇടയിൽ ഒരു വാൽവ് ഉണ്ട്. ആ വാൽവിനെ വിളിക്കുന്ന പേരാണ് പൾമണറി വാൽവ് അല്ലെങ്കിൽ ശ്വാസകോശ ധമനി വാൽവ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്ന് പറയുന്നത് ഏതാണ്? സെമി ലൂണാർ വാൽവ്. അപ്പൊ ഈ സെമി ലൂണാർ വാൽവ് എന്ന് പറയുമ്പോൾ ഏതിനിടയ്ക്കൊക്കെ ഉള്ള വാൽവുകളാണ്? അതായത് റൈറ്റ് വെൻട്രിക്കിൾ വലതു വെൻട്രിക്കിളിനും പൾമണറി ആർട്ടറിക്കും ഇടയിലുള്ള വാൽവും അതുപോലെ തന്നെ ലെഫ്റ്റ് വെൻട്രിക്കിളിനും അയോർട്ടയ്ക്കും ഇടയിലുള്ള വാൽവുകളെയാണ് എന്തെന്നറിയപ്പെടുന്നത്? സെമി ലൂണാർ വാൽവ്. അതിന്റെ പേരെന്ന് പറയുന്നത് അതായത് ഈ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഇടത് വെൻട്രിക്കിളിനും അയോർട്ടയ്ക്കും ഇടയിലുള്ള വാൽവ് അയോർട്ടിക് വാൽവ് അല്ലെങ്കിൽ മഹാധമനി വാൽവ് ആണ്. അതുപോലെ തന്നെ റൈറ്റ് വെൻട്രിക്കിളിനും പൾമണറി ആർട്ടറിക്കും ഇടയിലുള്ള വാൽവ് എന്ന് പറയുന്നത് പൾമണറി വാൽവ് അല്ലെങ്കിൽ ശ്വാസകോശ ധമനി വാൽവ്. അപ്പൊ ഈ അയോർട്ടിക് വാൽവിനെയും പൾമണറി വാൽവിനെയും കൂടെ ഒന്നിച്ചാണ് എന്തെന്നറിയപ്പെടുന്നത്? സെമി ലൂണാർ വാൽവ്സ്. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ എത്ര വാൽവുകളുണ്ട്? 4 വാൽവുകളാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ട്രൈകസ്പിഡ് വാൽവ്. വാൽവ് പ്രസന്റ് ബിറ്റ്വീൻ റൈറ്റ് ഏട്രിയം ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ. വലത് ഏട്രിയത്തിനും വലത് വെൻട്രിക്കിളിനും ഇടയിലുള്ള വാൽവാണ് ട്രൈകസ്പിഡ് വാൽവ്. The valve present between left atrium and left ventricle is called bicuspid valve. അതായത് ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിലുള്ള വാൽവ് ബൈകസ്പിഡ് വാൽവ്. ഇനി ഇത് കൂടാതെ സെമി ലൂണാർ വാൽവുകളുണ്ട് 2 എണ്ണം ഇല്ലേ. അത് ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് റൈറ്റ് വെൻട്രിക്കിളിനും പൾമണറി ആർട്ടറിക്കും ഇടയിലുള്ള വാൽവ്. വലത് വെൻട്രിക്കിളിനും പൾമണറി ആർട്ടറി അല്ലെങ്കിൽ ശ്വാസകോശ ധമനിക്കും ഇടയിലുള്ള വാൽവ്. ആ വാൽവിനെ എന്താണ് വിളിക്കുന്നത്? പൾമണറി വാൽവ് അല്ലെങ്കിൽ ശ്വാസകോശ ധമനി വാൽവ് എന്ന് വിളിക്കും. ഇനി ഇത് കൂടാതെ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഇടത് വെൻട്രിക്കിളിനും അയോർട്ട അല്ലെങ്കിൽ മഹാധമനിക്കും ഇടയിൽ ഒരു വാൽവ് ഉണ്ട്. ആ വാൽവിനെ വിളിക്കുന്ന പേര് അയോർട്ടിക് വാൽവ് അല്ലെങ്കിൽ മഹാധമനി വാൽവ്. അപ്പൊ ഈ പൾമണറി വാൽവും അതായത് ശ്വാസകോശ ധമനി വാൽവും അയോർട്ടിക് വാൽവും മഹാധമനി വാൽവും കൂടെ ചേർത്തിട്ടാണ് എന്തെന്നറിയപ്പെടുന്നത്? സെമി ലൂണാർ വാൽവ്സ്. അപ്പൊ ഇങ്ങനെ ഹാർട്ടില് 4 വാൽവുകളാണുള്ളത്. വാൽവുകൾ എന്ന് പറയുന്നത് എന്തിനു സഹായിക്കുന്നു? അലോസ് ബ്ലഡ് ഫ്ലോ ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. അതായത് ഒരേ ഒരു ദിശയിലേക്കുള്ള രക്തത്തിന്റെ ഒഴുക്കിനെ സഹായിക്കുന്നവയാണ് ഏതെന്ന് പറയുന്നത്? വാൽവുകൾ. ഇനി ഇറ്റ് പ്രിവെന്റ്സ് ദ ബാക്ക്വേർഡ് ഫ്ലോ ഓഫ് ബ്ലഡ്. തിരിച്ച് രക്തം ഒഴുകുന്നതിനെ ഇത് എന്ത് ചെയ്യും? തടയുകയും ചെയ്യും. അപ്പൊ ഇത്രയും പാർട്സ് ആണ് നമ്മുടെ ഹാർട്ടിനുള്ളത്. അതായത് 4 chambers ഉണ്ട്. upper 2 chambers are called atrium, lower 2 chambers are called ventricle. ഹാർട്ടിന്റെ റൈറ്റ് ഏട്രിയം വലത് ഏട്രിയത്തിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന ബ്ലഡ് വെസൽ, വലിയ ബ്ലഡ് വെസൽ ആണ് ഏതെന്ന് പറയുന്ന വീനക്കാവ. അത് ഒരെണ്ണം സുപ്പീരിയർ വീനക്കാവ ഊർധ്വ മഹാസിര അപ്പർ പാർട്സ് ഓഫ് ദ ബോഡിയിൽ നിന്നും ബ്ലഡ് ക്യാരി ചെയ്യുന്നു. ഇനി ഒരെണ്ണം ഇൻഫീരിയർ വീനക്കാവ അല്ലെങ്കിൽ അധോ മഹാസിര, അതെന്ന് പറയുന്നത് ക്യാരിങ് ബ്ലഡ് ഫ്രം ലോവർ പാർട്സ് ഓഫ് ദ ബോഡി. ഇനി വീനക്കാവ എന്ന് പറയുന്നത് മെയിൻ വെയിൻ ആണ് അല്ലെ, വലിയ സിരയാണ് എന്തെന്ന് വിളിക്കുന്നത് വീനക്കാവ അല്ലെങ്കിൽ മഹാസിര. ഇനി അത് കൂടാതെ തന്നെ അയോർട്ട ഉണ്ട്. അയോർട്ട എന്ന് പറയുന്നത് മെയിൻ ആർട്ടറിയാണ് അല്ലെ, പ്രധാന ധമനിയെ വിളിക്കുന്ന അല്ലെങ്കിൽ വലിയ ധമനിയെ വിളിക്കുന്ന പേരാണ് അയോർട്ട അല്ലെങ്കിൽ മഹാധമനി. അപ്പൊ മഹാധമനി എന്താണ് ചെയ്യുന്നത്? ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും ബ്ലഡിനെ എവിടേക്ക് കൊണ്ടുപോകുന്നു? പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അയോർട്ടയുടെ ബ്രാഞ്ചസ് എന്ന് പറയുന്നത് ഏതാണ്? ആർട്ടറീസ് അല്ലെങ്കിൽ ധമനികൾ. ധമനികളിലൂടെ ബ്ലഡ് എന്ത് ചെയ്യുന്നു? ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡിയിലേക്ക് പോകുന്നു. ഇനി പൾമണറി ആർട്ടറി അല്ലെങ്കിൽ ശ്വാസകോശ ധമനി ഉണ്ട്. ക്യാരിങ് ബ്ലഡ് ഫ്രം റൈറ്റ് വെൻട്രിക്കിൾ ടു ലങ്സ്, അതായത് വലത് വെൻട്രിക്കിളിൽ നിന്ന് ശ്വാസകോശത്തിലേക്ക് രക്തത്തെ വഹിക്കുന്നു. ഇനി അടുത്തത് പൾമണറി വെയിൻ ആണ് അല്ലെങ്കിൽ ശ്വാസകോശ സിര. അതെന്ന് പറയുന്നത് ക്യാരിങ് ബ്ലഡ് ഫ്രം ലങ്സ് ടു ലെഫ്റ്റ് ഏട്രിയം, അതായത് ശ്വാസകോശത്തിൽ നിന്ന് ഇടത് ഏട്രിയത്തിലേക്ക് ബ്ലഡിനെ കൊണ്ടുവരുന്നു. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഹാർട്ടിന്റെ പാർട്സ്. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഹാർട്ടിന്റെ വർക്കിംഗ് ആണ്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.